السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സ്നേഹാദരണീയരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും അവൻ്റെ ദീനിനോടുമുള്ള അതിയായ മഹബ്ബത്ത്, സ്നേഹമാണ് സത്യത്തിൽ നാം ഓരോരുത്തരെയും ഇന്നീ സദസ്സിലേക്ക് എത്തിച്ചേരാൻ പ്രചോദനമായിട്ടുള്ളൊരു കാര്യം. റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്ന് ഈ ഇരുത്തം സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ നമ്മിലേക്ക് വരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ റമദാനിന് മുമ്പ് സത്യവിശ്വാസികളൊന്ന് ഒരുങ്ങും. ആ ഒരുങ്ങുന്നതിന് ഭാഗമാണ് ആ റമദാനിനെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ ഓർമ്മ പുതുക്കലും അതിനുവേണ്ടി ആ രൂപത്തിൽ തയ്യാറെടുക്കലുമെല്ലാം. ഒന്നാമത് നമ്മൾ റമദാനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ റമദാനുമായി ബന്ധപ്പെട്ട് നാം ആദ്യം ശരിയാക്കേണ്ടത് നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസം ശരിയാക്കിക്കൊണ്ടാണ് റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. റമദാനുമായി ബന്ധപ്പെട്ട് നമുക്ക് ശരിയാക്കേണ്ട ഒരു വിശ്വാസമുണ്ട്. എന്താണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണത്തിന്റെ മേലാണ് പടുത്തുയർത്തപ്പെട്ടത്. ഒന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് എന്താണ്? ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്കർഹനായി മറ്റാരുമില്ല, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ്. അതാണ് ഒന്നാമത്തെ ഷഹാദത്ത്. അത് അംഗീകരിക്കണം, അത് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം, അത് ജീവിതത്തിലൂടെ പ്രകടമാകണം. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് പറഞ്ഞു ഇഖാമത്ത് സ്വലാഹ്, നിസ്കാരം നിലനിർത്തണം. മൂന്നാമത് പറഞ്ഞു സക്കാത്ത് നൽകണം. ഇസ്ലാം നിലനിൽക്കുന്ന 5 കാര്യങ്ങളാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ട് എങ്കിൽ, അവൻ മുസ്ലിമാണ് എങ്കിൽ, ഒന്നാമത് ഷഹാദത്ത് ശരിയാകണം. ആ ഷഹാദത്ത് ശരിയായാൽ പോരാ, ഷഹാദത്ത് ശരിയായി കഴിഞ്ഞ ശേഷം അവൻ നിസ്കാരം നിലനിർത്തുന്നവനാകണം. നിസ്കാരം നിലനിർത്തുന്നവനായാൽ മൂന്നാമതായി സക്കാത്ത് നൽകാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ മാനദണ്ഡം എത്തിയ സമ്പത്ത് അവൻ്റെ അടുക്കലുണ്ടെങ്കിൽ അവൻ സക്കാത്ത് നൽകണം. നാലാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വസിയാമു റമദാൻ. വസിയാമു റമദാൻ, റമദാനിലെ നോമ്പ്. റമദാനിലെ നോമ്പ് ഒരു മനുഷ്യന്റെ ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ ആവശ്യമായ കാര്യമാണ്, നിർബന്ധ ബാധ്യതയാണ്. ആ വിശ്വാസം ശരിയായിക്കൊണ്ടാണ് നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത്. എന്താണ് വിശ്വാസം? റമദാനിലെ നോമ്പ് ഒരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധ ബാധ്യതയാണ്,
വാജിബാണ്, ഉജൂബാണ്. റമദാനിലെ നോമ്പ് ബാക്കിയുള്ള നോമ്പിനെ പോലെ ഇല്ല. റമദാനിലെ നോമ്പ് പിടിക്കൽ ഒരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധ ബാധ്യതയാണെന്ന് വിശ്വസിക്കണം. പിടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് റമദാനിലെ നോമ്പ് ഒരു മുസ്ലിം പിടിക്കൽ മതം പഠിപ്പിച്ചതായ കാരണങ്ങളില്ല എങ്കിൽ, മതം പഠിപ്പിച്ച ചില ഇളവുകളുണ്ട്, യാത്രക്കാരനാവുക, രോഗിയാവുക പോലുള്ള ചില ഇളവുകളുണ്ട്. ആ ഇളവുകളില്ലാത്ത ബുദ്ധിയുള്ള മുസ്ലിമായ ഒരു മനുഷ്യന്റെ മേൽ നോമ്പ് പിടിക്കൽ നിർബന്ധ ബാധ്യതയാണ്. വേണമെങ്കിൽ പിടിച്ചാൽ മതി എന്നല്ല, അത് നമ്മുടെ വിശ്വാസം ശരിയാക്കുന്ന ഒരു കാര്യമാണ്. അഖീദ, നമ്മൾ നോമ്പ് റമദാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അഖീദ ശരിയാക്കേണ്ട കാര്യമാണ്. റമദാനിലെ നോമ്പ് പിടിക്കൽ വാജിബാണ്, നിർബന്ധ ബാധ്യതയാണ്. അത് പിടിക്കാതിരുന്നാൽ ഹറാമാണ്. ഇനി ഈ വിശ്വാസം ശരിയാവാതെ ഒരുവൻ നോമ്പ് പിടിച്ചാലോ? റമദാനിലെ നോമ്പ് നിർബന്ധമൊന്നുമില്ല, അത് പിടിച്ചാൽ മതി. അവൻ നോമ്പ് പിടിക്കുന്നുണ്ട്, പക്ഷെ അവൻ്റെ മനസ്സിലെ വിശ്വാസം എന്താണ്? റമദാനിലെ നോമ്പ് നിർബന്ധ ബാധ്യതയല്ല. അതാണ് അവൻ്റെ മനസ്സിലെ വിശ്വാസം. അവൻ്റെ നോമ്പ് സ്വീകരിക്കൂല, ഓൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, ഓൻ്റെ വിശ്വാസം കുഫ്റാണ്. മറിച്ച് അവൻ വിശ്വസിക്കേണ്ടത് റമദാനിലെ നോമ്പ് ഒരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമാണ്, വാജിബാണ്, നിർബന്ധ ബാധ്യത കൊണ്ട് വിശ്വാസം ശരിയാക്കണം. റമദാനിലെ നോമ്പ് മുസ്ലിമിൻ്റെ മേൽ പിടിക്കൽ നിർബന്ധ ബാധ്യത, വിശ്വാസം ശരിയാക്കണം. എന്നിട്ടാണ് അവൻ നോമ്പ് പിടിക്കേണ്ടത്. ആ നിർബന്ധ ബാധ്യത പിടിച്ചു വിടാനാണ് നോമ്പ് പിടിക്കേണ്ടത്. അപ്പോൾ ആ വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, കുഫ്ർ സംഭവിക്കും. വിശ്വാസം ശരിയായി അലസത കാരണം, മടി കാരണം നോമ്പ് പിടിച്ചില്ല എങ്കിൽ വൻ പാപമാണ്, ഹറാമാണ്. അപ്പോൾ ആ വിശ്വാസം ശരിയായിക്കൊണ്ട് ആ നോമ്പ് പിടിച്ചാണ് നമ്മൾ നമ്മുടെ നിർബന്ധ ബാധ്യത വീട്ടേണ്ടത്. വിശ്വാസം നിർബന്ധ ബാധ്യതയാണ് എന്നതിന് പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ ഒരുപാട് ശ്രേഷ്ഠതകൾ നമുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞു, വിശ്വാസം ശരിയാക്കണം. രണ്ടാമത്, റമദാനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പലരും തെറ്റിദ്ധരിച്ചൊരു കാര്യമാണ്, നോമ്പ് റമദാനിൽ വന്നത് കൊണ്ടാണ് റമദാൻ ഇത്രയും ശ്രേഷ്ഠകരമായത് എന്ന്. എന്താ റമദാന്റെ പ്രത്യേകത? അത് റമദാനിൽ നോമ്പുണ്ടല്ലോ, നോമ്പാണ് നമ്മുടെ മനസ്സിൽ എത്രയും വേഗം ഓടി വരുന്നത്. എന്നാൽ സത്യത്തിൽ നോമ്പ് റമദാനിലായാലും ഇല്ലെങ്കിലും അള്ളാഹു ഒരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമായി ഒരു മാസത്തിൽ പിടിക്കണം എന്ന് പറഞ്ഞ മാസമാണ് റമദാൻ. ബാക്കിയുള്ള മാസം സുന്നത്തുള്ള നോമ്പ് പിടിക്കൽ, റമദാനിൽ നോമ്പ് പിടിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് റമദാൻ ശ്രേഷ്ഠകരമായതല്ല. മറിച്ച് നിർബന്ധ നോമ്പ് റമദാനിലാണെങ്കിലും അല്ലെങ്കിലും റമദാൻ ഷഹ്റുൻ മുബാറക്കുൻ, റമദാൻ സ്വതന്ത്രമായ ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ്. അതിൽ നോമ്പ് വന്നു എന്നത് റമദാനിൻ്റെ പല ശ്രേഷ്ഠതകളിൽ ഒരു ശ്രേഷ്ഠതയാണ്. റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമിന് പിടിക്കേണ്ട നിർബന്ധ ബാധ്യതയായ നോമ്പിനെ തെരഞ്ഞെടുത്ത മാസമാണ് റമദാൻ എന്നുള്ളത് റമദാന്റെ പല ശ്രേഷ്ഠതകളിൽ ഒന്ന് മാത്രമാണ്. അതല്ലാതെ നോമ്പ് റമദാനിൽ വന്നത് കൊണ്ട് റമദാനിന് ശ്രേഷ്ഠത കിട്ടിയതല്ല, മറിച്ച് നോമ്പിൻ്റെതായ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. റമദാൻ മാസം അല്ലാത്ത ഒരു ദിവസമാണെങ്കിലും ഒരു മനുഷ്യൻ നോമ്പെടുത്താൽ, അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ നോമ്പെടുത്താൽ അവന് കിട്ടുന്ന ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്, ശ്രേഷ്ഠതകളുണ്ട്. അതൊക്കെയും നോമ്പിന് കിട്ടും. റമദാനിൽ നോമ്പെടുക്കുമ്പോൾ, റമദാൻ അല്ലാത്ത മാസം നമ്മൾ നോമ്പെടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്തൊക്കെ പ്രതിഫലങ്ങളാണ്, എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നമ്മൾ പ്രതീക്ഷിച്ച് നോമ്പെടുക്കുന്നത്, അതിനൊന്നും ഒരു കുറവ് വരാതെ റമദാനിൽ നമുക്ക് ആ നോമ്പിൻ്റെ കൂലിയൊക്കെ കിട്ടും. അതിന് പുറമെ റമദാൻ എന്ന ശ്രേഷ്ഠതയും കിട്ടും. അപ്പോൾ റമദാൻ സ്വതന്ത്രമായ ശ്രേഷ്ഠകരമായ ഒരു മാസമാണ്, പ്രത്യേകം ഒരു ഇബാദത്താണ്. നോമ്പ് എന്നത് പ്രത്യേകം സ്വതന്ത്രമായ ഒരു ഇബാദത്താണ്. ഈ രണ്ട് ശ്രേഷ്ഠതകളും ഒരുമിച്ച് കൂടുന്ന ഒരു ഇരട്ടി മധുരമാണ്, ഒരു ഇരട്ടി മധുരത്തിൻ്റെ സന്ദർഭമാണ്, സാഹചര്യമാണ് നമ്മിലേക്ക് എത്തി വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് നന്മകളുടെ പൂക്കാലം എന്ന് പറയുന്ന ഒന്നല്ല, ഒട്ടനവധി നന്മകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തിൽ സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരുപാട് 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 ശ്രേഷ്ഠതകൾ. അത് മനസ്സിലാക്കിയവരാണ് സഹാബാക്കൾ, താബിഈകൾ. അതിനനുസരിച്ച് അവരവരുടെ ജീവിതം ചിട്ടപ്പെടുത്തിയപ്പോൾ അവരുടെ റമദാൻ ഒന്ന് വേറെ തന്നെയായി. അവരിലേക്ക് റമദാൻ മാസം വരുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുകയായി,
അള്ളാഹുവേ ഈ റമദാൻ എന്നിലേക്ക് എത്തിക്കണമേ, ഈ റമദാൻ എനിക്ക് അനുകൂലമായ രൂപത്തിൽ എന്നിൽ നിന്ന് ചെലവഴിച്ചു കഴിയാൻ നീ തൗഫീക്ക് നൽകണേ എന്നവർ പ്രാർത്ഥിക്കുകയായി. റമദാൻ കഴിഞ്ഞാൽ അള്ളാഹുവേ കഴിഞ്ഞ റമദാനിലെ എൻ്റെ സൽക്കർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയിൽ റമദാനിന് ശേഷമുള്ള ദിവസങ്ങളും അവർ മുഴുകി. അവർ ഈ ഫദ്ൽ അറിഞ്ഞതിൻ്റെ അവരുടെ ജീവിതത്തിലുണ്ടായ വ്യത്യാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇദാ ദഖല റമദാനു ഫുത്തിഹത് അബ്വാബുൽ ജന്ന. റമദാൻ അങ്ങോട്ട് പ്രവേശിച്ചാൽ ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗവാതിലുകൾ തുറക്കപ്പെടുമെന്നാണ്. സ്വർഗവാതിലുകൾ തുറക്കപ്പെടുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് വാരിക്കോരി വിതരണം ചെയ്യുമെന്നാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണമായ അമലുകൾ ചെയ്ത് സ്വർഗത്തിലേക്ക് നമുക്ക് അടുക്കാൻ എളുപ്പമാകും. പിന്നെയോ വഗുല്ലിഖത് അബ്വാബു ജഹന്നം, നരകവാതിലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അടയ്ക്കുമെന്നാണ്. നരകവാതിലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ പ്രവേശിച്ചാൽ അടയ്ക്കുമെന്നാണ്. നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ അമലുകളെ പിടിച്ചു നിർത്തി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന അമലുകളെ ധാരാളം ചെയ്യാൻ നമുക്ക് പ്രോത്സാഹനമാകുമാറ് സ്വർഗവാതിലുകൾ അല്ലാഹു തുറക്കും, നരകവാതിലുകൾ അല്ലാഹു അടയ്ക്കും. വസുൽസിലത്തി പിശാചുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധനസ്ഥരാക്കും, ചങ്ങലക്കിടും പിശാചുക്കളെ. റമദാൻ അല്ലാത്ത മാസങ്ങളിൽ പിശാച് നമ്മൾ ഉപദ്രവിക്കും പോലെ റമദാനിൽ പിശാചിന് ഉപദ്രവിക്കാൻ കഴിയൂല. അതല്ലേ, ബാക്കിയുള്ള മാസങ്ങളിൽ നിസ്കാരം പോലും ശ്രദ്ധിക്കാത്ത മനുഷ്യന്മാർ ചിലരെ കാണാം. റമദാൻ മാസത്തിൽ അതാ ഉറക്കം വിളിച്ച് അവർ രാത്രി നിന്ന് നിസ്കരിക്കുന്നു. റമദാൻ മാസത്തിൽ അതാ രാവിലെ മുതൽ സൂര്യാസ്തമയം വരെ അവർ പട്ടിണി കിടക്കുന്നു. നിസ്കാരത്തെക്കാൾ എത്രയോ പ്രയാസമുള്ള ഇബാദത്താണ് നോമ്പെടുക്കുക എന്നുള്ളത്. ആ നിലയ്ക്ക് ചിന്തിക്കുകയാണെങ്കിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ, പക്ഷേ ചിലർക്ക് അൽഹംദുലില്ലാ റമദാനിൽ പ്രത്യേക ഉന്മേഷമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വസുൽസിലത്തി ശയാത്തീൻ, ശൈത്താന്മാരെ ബന്ധനസ്ഥത്തിലാക്കും, അവരെ ചങ്ങലക്കിടും. അവര് മറ്റു മാസങ്ങളിൽ ഉപദ്രവിക്കും പോലെ റമദാൻ മാസത്തിൽ മുഅ്മിനീങ്ങളെ ഉപദ്രവിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹമാണ് റമദാൻ മാസത്തിൽ. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന അവ്വലു ലൈലത്തി മിൻ ശഹരി റമദാൻ, റമദാൻ മാസത്തിന്റെ ഒന്നാമത്തെ രാത്രി അതങ്ങോട്ട് പ്രവേശിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വയുനാദി മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരുവൻ വിളിച്ചു പറയും. ഹദീസിന്റെ ശറഹിൽ കാണാം, ഒരു മലക്ക് വിളിച്ചു പറയുമെന്നാണ്. എന്താ പറയുന്നത്? യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ഉദ്ദേശിക്കുന്നവനെ നീ ഓടിയെടുത്തോ, നീ മുന്നേറിക്കോ. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, റമദാനിന്റെ ഒന്നാമത്തെ രാത്രി നമ്മുടെ മനസ്സിൽ വരേണ്ട വിളിയാളമാണ്. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ഉദ്ദേശിക്കുന്നവനെ നീ മുന്നേറിക്കോ, നീ ധൃതിപ്പെട്ടു വന്നോളൂ, നിനക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ഇതാ തുറന്നു കിടക്കുകയാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ ഒരുപാട് കാരണങ്ങൾ ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല വിതറിയിരിക്കുകയാണ്. അതുകൊണ്ട് നന്മയിലേക്ക് ഓടിവാ, സ്വർഗത്തിലേക്ക് ഓടിവാ എന്ന അർത്ഥത്തിൽ യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ എന്നൊരു വിളിയാളം റമദാനിന്റെ ഒന്നാമത്തെ രാത്രി ഉണ്ടാകുമെന്നാണ്. എന്നിട്ടോ വയാ ബാഗിയ ശർരി അഖ്സിർ, യാ ബാഗിയ ശർരി അഖ്സിർ, തിന്മ ഉദ്ദേശിക്കുന്നവനെ നീ പിടിച്ചു നിർത്ത്, നീ ഒന്ന് അടങ്ങ് എന്ന് ഒരു വിളിയാളം ഉണ്ടാവുന്നതാണ്. ഹറാമുകളെ, തിന്മകളെ, ചെറുതും വലുതുമായ വൻപാപങ്ങളെ പിടിച്ചു നിർത്താൻ, അതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു വിളിയാളം ഉണ്ടാവുന്നതാണ്. വയാ ബാഗിയ ശർരി അഖ്സിർ, റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ട, മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ചിന്തയാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, വലില്ലാഹി ഉതഖാഉ മിനന്നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചനക്കാരുണ്ടാക്കുന്നതാണ്. അള്ളാഹുവിന് മോചനക്കാരുണ്ട് എന്നാണ് നരകത്തിൽ നിന്ന്. വദാലിക കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും, റമദാനിന്റെ എല്ലാ രാത്രിയിലും നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ടരെ മോചിപ്പിക്കുമെന്നാണ്. എന്ന് വെച്ചാൽ അവരവരുടെ തിന്മ കാരണം നരകത്തിലേക്ക് പോകാൻ അർഹരായിട്ടുള്ളവരായിരിക്കും. പക്ഷേ റമദാൻ മുഖേന അവർ തൗബ ചെയ്തു, അവർ നിസ്കരിച്ചു, മുൻപ് ചെയ്തു പോയ വൻപാപങ്ങൾ അത് ഓർത്ത് അവർ നോമ്പ് പിടിച്ചു, അത് ഓർത്ത് അവർ പശ്ചാത്തപിച്ചു മടങ്ങി. അങ്ങനെ അവർ നരകത്തിന്റെ ആൾക്കാരിൽ നിന്ന് മാറി സ്വർഗത്തിന്റെ അർഹരായി മാറി എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ
ഇതൊക്കെ റമദാനിന്റെ ശ്രേഷ്ഠതയാണ്. ഇതൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന റമദാനിന്റെ ശ്രേഷ്ഠതകളാണ്. ഒരുപാട് 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 ശ്രേഷ്ഠതകൾ വിശുദ്ധ ഖുർആനിലൂടെയും തിരുചര്യയിലൂടെയും റമദാനെ പറ്റി പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് സഹാബാക്കൾ മുന്നേറി, താബികൾ മുന്നേറി. അവരുടെ ജീവിതം തന്നെ, അവരുടെ പരലോകം റമദാനുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വളരെ വലിയ വ്യത്യാസം ഉണ്ടായി, വളരെ വലിയ വ്യത്യാസം ഉണ്ടായി. ഉദാഹരണത്തിന് ഒരു ചരിത്രം മാത്രം ഞാൻ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ രണ്ടാളുകൾ വന്ന് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. ബലിയ ഗോത്രത്തിലുള്ള രണ്ടാളുകൾ, മദീനയ്ക്കടുത്തുള്ള ഒരു താഴ്വരയിൽ താമസിക്കുന്നവരാണ് അവർ എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. അവർ മുമ്പ് യഹൂദികളായിരുന്നു, അവരുടെ ഗോത്രക്കാർ എന്നും കാണാം. ഏതായാലും അവർ രണ്ടുപേർ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇസ്ലാം മതം സ്വീകരിക്കുന്നത് ഒരേ സമയമാണ്. ഒരാൾ ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ് അടുത്ത ആൾ, അങ്ങനെയല്ല. മറിച്ച് രണ്ടുപേരും വന്ന് ഇസ്ലാം മതം സ്വീകരിക്കുന്നത് ഒരേ സമയമാണ്. അങ്ങനെ രണ്ടിൽ ഒരാൾ വളരെ വലിയ രൂപത്തിൽ ഇജ്തിഹാദ് ചെയ്യുന്നുണ്ട്, നന്മകളിൽ ഇബാദാത്തുകളിൽ മുഴുകുന്നുണ്ട്, വളരെ നല്ല രൂപത്തിൽ പരിശ്രമിക്കുന്നുണ്ട് മറ്റേയാളെക്കാൾ. അങ്ങനെ ഈ വളരെ നല്ല രൂപത്തിൽ പരിശ്രമിക്കുന്ന മനുഷ്യൻ ഒരിക്കൽ യുദ്ധത്തിന് പോവുകയുണ്ടായി. അങ്ങനെ ആ യുദ്ധത്തിൽ ആ പരിശ്രമശാലിയായ മനുഷ്യൻ ഷഹീദാവുകയുണ്ടായി. ഇത് ഇവരെ രണ്ടുപേരെയും കുറിച്ച് അറിയുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു ഇവരെ രണ്ടുപേരെയും പിന്നെ പിൽക്കാലത്ത് സ്വപ്നത്തിൽ കാണുകയാണ്. സ്വപ്നത്തിൽ ഈ രണ്ട് മനുഷ്യരെയും കാണുകയാണ്. എന്താണ് സ്വപ്നത്തിൽ കാണുന്നത്? ഇവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നത്, ഇതിൽ പറഞ്ഞല്ലോ രണ്ടുപേരിൽ ഒരാൾ അങ്ങേയറ്റം പരിശ്രമശാലിയാണ് എന്ന്. ഒരാൾ അങ്ങേയറ്റം പരിശ്രമശാലിയാണ്, മറ്റേയാൾ അത്ര തന്നെ പരിശ്രമിക്കാത്ത ആളാണ്. ആ പരിശ്രമശാലിയായ ആൾ യുദ്ധത്തിൽ ഷഹീദായിക്കൊണ്ടാണ് മരിച്ചത്. എന്നാൽ ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടത് യുദ്ധത്തിൽ ഷഹീദായ ആളെക്കാൾ മുന്നിൽ ഒന്നാമനായി രണ്ടാമത് മരിച്ച വ്യക്തി, ഷഹീദാവാതെ സാധാ മരണം കൈവരിച്ച വ്യക്തി, അത്ര തന്നെ മറ്റേ ആളെ അത്ര പരിശ്രമശാലി അല്ലാത്ത വ്യക്തി ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുകയാണ്. മലക്കുകൾ, ആ സ്വർഗത്ത് കവാടത്തിലുള്ള മലക്ക് ആ മനുഷ്യന് ആദ്യം കയറി വരാനുള്ള അനുമതി നൽകുകയാണ്. അങ്ങനെ അദ്ദേഹം ആദ്യം കയറിപ്പോകുന്നു. രണ്ടാമത് ഈ പരിശ്രമശാലിയായ യുദ്ധത്തിൽ ഷഹീദായ മനുഷ്യന് രണ്ടാമത് സ്വർഗത്തിൽ കയറിപ്പോവാനുള്ള അനുമതി കൊടുക്കുകയാണ്. ഇതറിഞ്ഞ് ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത ആശ്ചര്യവും വല്ലാത്ത ഒരു അതിശയവുമായി. ഇത് ജനങ്ങളോട് ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ജനങ്ങളൊക്കെയും ആശ്ചര്യത്തിലായി. എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോവുകയാണ്. ഈ സംഭവം വിവരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, മിൻ അയ്യി ദാലിക തഅജബൂൻ, ഇതിൽ എന്ത് കാര്യമാണ് നിങ്ങൾ അതിശയിപ്പിക്കുന്നത്? എന്താണ് നിങ്ങൾ ഇത്ര അതിശയിക്കാൻ? അപ്പൊ അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹാദാ കാന അശദ്ദ ഇജ്തിഹാദൻ സുമ്മ സ്തുശ്ഹിദ ഫീ സബീലില്ലാഹ്, ഇദ്ദേഹമായിരുന്നു ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച വ്യക്തി. ഇദ്ദേഹമാകട്ടെ യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്തു. എന്നാൽ വദഖല ഹാദൽ ജന്നത ഖബ്ലഹു, അദ്ദേഹത്തിന് മുമ്പേ മറ്റേയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്തായിരുന്നു അറിയാമോ? ബലാ വസല്ല കദാ വകദാ സജദതൻ ഫിസ്സന ഖാലൂ ബലാ. അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഅദ്റക റമദാന ഫസാമഹു, ഈ ആദ്യം മരിച്ച വ്യക്തിയേക്കാൾ രണ്ടാമത് മരിച്ച വ്യക്തിക്ക് ഒരു റമദാൻ അധികം കിട്ടിയില്ലേ? വഅദ്റക റമദാന ഫസാമഹു, ഒരു റമദാൻ അധികം കിട്ടുകയും ആ റമദാനിലുടനീളം അദ്ദേഹം നോമ്പെടുക്കുകയും ചെയ്തില്ലേ? സഹാബാക്കൾ പറഞ്ഞു, ബലാ, അതേ യാ റസൂലേ, കിട്ടിയിട്ടുണ്ട്. വസല്ലാ കദാ വകദാ സജദൻ ഫിസ്സന, ഒരു വർഷത്തിൽ ഇത്രയധികം സുജൂദുകൾ, ഇത്രയധികം നിസ്കാരങ്ങൾ അദ്ദേഹത്തിന് അധികരിപ്പിക്കാൻ കഴിഞ്ഞില്ലേ? ഖാലൂ ബലാ, അവർ പറഞ്ഞു അതേ റസൂല്. റസൂലുള്ളാഹിന്റെ മറുപടി, ഫമാ ബൈനഹുമാ അബ്അദ മാ ബൈനസ് സമാഇ വൽ അർദ്, അത് തന്നെയാണ് ആകാശവും ഭൂമിയോളം ആ രണ്ടുപേരുടെയും അമലിൽ വ്യത്യാസം വരാനുള്ള പ്രധാന കാരണം. നോക്കൂ സഹോദരങ്ങളെ, എന്താണ് ഷഹീദിന്റെ കൂലി? ഷഹീദിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂലി എത്രയാണ്? ആരാണ് ഷഹീദ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിശ്ശഹീദി ഇൻദല്ലാഹി സിത്തു ഖിസാലിൻ,
ഷഹീദിന് അള്ളാഹിന്റെ അടുക്കല് 6 സവിശേഷതകളുണ്ട്. യുഗ്ഫറു ലഹു ഫീ അവ്വലി ദഫ്അത്തിൻ, അവന്റെ ഷഹീദിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ഉറ്റി വീഴുന്ന ഒന്നാമത്തെ രക്തത്തുള്ളി വീഴുമ്പോൾ തന്നെ അവന്റെ പാപങ്ങളൊക്കെയും പൊറുക്കപ്പെടും. അവനാണ് ഷഹീദ്. വയറാ മഖഅദഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിലുള്ള അവന്റെ സ്ഥാനം ഷഹീദിന് കാണിക്കപ്പെടും. വയുജാറു മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് ഷഹീദിനെ രക്ഷപ്പെടുത്തും. വയഅ്മനു മിനൽ ഫസഇൽ അക്ബർ, ഫസഉൽ അക്ബർ വമ്പിച്ച ഭീതിയിൽ നിന്ന് അവന് നിർഭയത്വം നൽകും. വമ്പിച്ച ഭീതി എന്നതിന് ഖിയാമത്ത് നാളാണെന്നും ഖബറിലെ ശിക്ഷയാണെന്നും പല രൂപത്തിൽ വ്യാഖ്യാനം കാണാം. ഏതായാലും ആ രൂപത്തിലുള്ള നിർഭയത്വം ഷഹീദിന് ലഭിക്കും. വയൂദഉ അലാ റഅസിഹി താജുൽ വഖാർ, വഖാറിന്റെ കിരീടം അവന്റെ തലയിൽ അണിയിക്കപ്പെടും. ഹൂറുൽ ഐനിൽ നിന്ന്, സ്വർഗ സ്ത്രീകളിൽ നിന്ന് ധാരാളം സ്ത്രീകളെ അവന് വിവാഹം ചെയ്തു കൊടുക്കപ്പെടും. വയുശഫഉ ഫീ 70 മിൻ അഖാരിബിഹി, അവന്റെ ബന്ധങ്ങളിൽ നിന്ന് 70ഓളം ആളുകൾക്ക് അല്ലെങ്കിൽ അത്രയധികം ആളുകൾക്ക് അവന് ശുപാർശ ചെയ്യാനുള്ള അനുമതി നൽകപ്പെടും. ഇതാണ് ഷഹീദ്, ഇതാണ് ഷഹീദിനുള്ള കൂലി, ഇതാണ് ഷഹീദിന്റെ സവിശേഷതകൾ. ഈ ഷഹീദിനേക്കാൾ 1 വർഷം അധികം കിട്ടിയപ്പോ ആ മനുഷ്യൻ സ്വർഗത്തിലുണ്ടായ വ്യത്യാസം, സഹോദരങ്ങളെ, അതുപോലൊരു റമദാനാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ, അള്ളാഹു തൗഫീഖ് തന്നാൽ, അള്ളാഹുവിന്റെ നിശ്ചയമുണ്ട് എങ്കിൽ നമ്മിലേക്ക് വരാനിരിക്കുന്നത് അതുപോലൊരു റമദാനാണ്. അതുകൊണ്ട് ഈ റമദാൻ നമ്മുടെ പരലോകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ റമദാനിൽ നമുക്ക് ആയുസ് തരുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി അത് വ്യത്യാസം വരുത്താൻ പരിശ്രമിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അത് നമ്മൾ ഒരു കാരണവശാലും റമദാന് ശേഷം, ഈ റമദാൻ കഴിഞ്ഞ ശേഷം പിന്നെ റമദാനെ കുറിച്ച് ചിന്തിക്കുന്ന, ഖേദിക്കുന്ന, ഒന്നും കൂടി കിട്ടിയിരുന്നെങ്കിൽ നന്നാക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. റമദാനിന് മുമ്പേ റമദാനിന് നമ്മൾ ഒരുങ്ങണം. ആ സഹാബാക്കളും ആ താബിഈങ്ങളും മുന്നേറിയതുപോലെ റമദാനിൽ നമുക്ക് മുന്നേറാൻ കഴിയണം. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നടന്ന മാസം കൂടിയാണ് റമദാൻ മാസം. നമുക്കറിയുന്ന പോലെ വിശുദ്ധ ഖുർആൻ മനുഷ്യരാശിക്ക് മാർഗദർശനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം റമദാൻ മാസമാണ്. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഷഹ്റു റമദാൻ മാസം എന്ന് പറഞ്ഞാൽ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കുമെന്നായിരുന്നു എന്നാണ്. അപ്പോ റമദാൻ ഇറങ്ങിയ മാസം, അതുപോലെ ആ റമദാൻ മാസമാണ് അള്ളാഹു തിരഞ്ഞെടുത്തത്. എന്തിന്? മുസ്ലിമീങ്ങൾ നിർബന്ധമായും നോമ്പെടുക്കാൻ അള്ളാഹ് തിരഞ്ഞെടുത്തത് റമദാനാണ്. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു, അവൻ നിർബന്ധമായിട്ട് നോമ്പെടുക്കണം. ആ മാസത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ ഫൽയസുംഹു, അവൻ നോമ്പെടുക്കൽ നിർബന്ധമാണ്. പിന്നെയോ ചില റിവായത്തുകളിൽ കാണാം, ആ റിവായത്തിന്റെ സനദിന്റെ വിഷയത്തിൽ ചില ചർച്ചയുണ്ട് എങ്കിലും അതിൽ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഉൻസിലത്ത് സുഹുഫ് ഇബ്രാഹിം ഫി അവ്വലി ലൈലത്തിൻ മിൻ റമദാൻ, റമദാന്റെ ആദ്യ രാത്രിയിലാണ് സുഹുഫ് ഇബ്രാഹിം അവതരിച്ചത് എന്ന്. വ ഉൻസിലത്തി തൗറാത്തു ലിസിത്തിൻ മദൈന മിൻ റമദാൻ, റമദാനിൽ 6 ദിനങ്ങൾ കഴിയുമ്പോഴാണ് തൗറാത്ത് അവതരിച്ചത് എന്ന്. അതുപോലെ റമദാൻ 13 ഇഞ്ചീൽ അവതരിച്ചതെന്ന് കാണാം ചില റിവായത്തുകളിൽ. അഥവാ ഗ്രന്ഥങ്ങളൊക്കെ അവതരിച്ച മാസം റമദാൻ മാസമാണ് എന്ന്. ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും റമദാനിൽ വിശ്വാസത്തോടു കൂടിയും ഇഹ്തിസാബ് പ്രതിഫലേച്ഛയോടു കൂടിയും ഈമാനും ഇഖ്ലാസും കൂടി നോമ്പെടുത്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുമ്പ് കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെയും പൊറുക്കപ്പെടും. ചെറുപാപങ്ങളാണ് വൻപാപങ്ങൾ. ആ രൂപത്തിൽ വൻപാപങ്ങളുടെ വിഷയത്തിൽ ആലോചിച്ച് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ട് ആ രൂപത്തിൽ ആത്മാർത്ഥതയോടെ പശ്ചാത്താപത്തോടു കൂടി നോമ്പെടുത്താൽ ആ നോമ്പിലൂടെ ആ പശ്ചാത്താപത്തിന്റെ മനസ്സുകൊണ്ട് അള്ളാഹു ഒരു വേള വൻപാപവും പുറത്തു തന്നേക്കാം. അടിസ്ഥാനപരമായ ഹദീസ് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് ചെറുപാപങ്ങളാണെന്നാണ്. മൻ സാമ റമദാന ഈമാൻ, റമദാനിലൊരു നോമ്പ്. പിന്നെയോ മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ
ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും റമദാനിൽ നിന്ന് നിസ്കരിച്ചാൽ ഈമാനൻ വഹ്തിസാബൻ, ആ നിബന്ധന ഉണ്ട്, വിശ്വാസം വേണം, ഇഹ്തിസാബ് വേണം, അള്ളാഹുവിൽ വിശ്വാസം വേണം, തൗഹീദ് വേണം, അതിലൊരു കോംപ്രമൈസും ഇല്ല, അത് എല്ലാ ഇബാദത്തിനും ഉള്ള നിയ്യത്താണ്. അതുപോലെ ഇഹ്തിസാബൻ, പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാവണം. എന്നാലോ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുമ്പ് കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെയും പൊറുക്കപ്പെടുമെന്നാണ്. അവന്റെ മുൻപ് കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെയും പൊറുക്കപ്പെടുവാണ്. അപ്പോൾ റമദാൻ കഴിഞ്ഞ് കിട്ടിയാൽ നമ്മൾ അങ്ങോട്ട് ശുദ്ധിയാകണം, നമ്മൾ പാപമുക്തരാകണം. അത് റമദാൻ തുടങ്ങുമ്പോഴേ നമ്മുടെ മനസ്സിലുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹവും അടങ്ങാത്ത ഒരു ത്വരയുമായി മാറണം. പ്രിയ സഹോദരങ്ങളെ, ഈ റമദാൻ കഴിയുമ്പോൾ റബ്ബേ റഹ്മാനെ, എൻ്റെ ഉമ്മാടെ വയറ്റിൽ നിന്ന് പ്രസവിച്ചപ്പോൾ ഞാൻ ഏതൊരവസ്ഥയിലായിരുന്നോ അതുപോലെ ഈ റമദാൻ കഴിയുമ്പോഴേക്ക് റബ്ബേ നീ എന്നെ ആക്കണമേ എന്ന അതിയായ ആഗ്രഹവും പ്രാർത്ഥനയും വേണം. അതോടൊപ്പം അത് കണ്ട് നമ്മൾ പരിശ്രമിക്കണം. ഒന്നാമത്തെ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള നമ്മുടെ ഉഷാറ് 20ാമത്തെ റമദാനിൽ നശിച്ചു പോകാൻ പാടില്ല. 15 റമദാൻ കഴിയുമ്പോൾ നശിച്ചു പോകാൻ പാടില്ല. അതേ ഉന്മേഷത്തോടു കൂടിയും അതേ ഓർമ്മയോടുകൂടിയും അതേ ബോധത്തോടു കൂടിയും അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന റമദാനിന്റെ എല്ലാ മഹത്വങ്ങളും അറിഞ്ഞുകൊണ്ട് അത് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ലൈവാക്കിക്കൊണ്ട് തന്നെ അവസാന റമദാനിന്റെ രാവും നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടണം. ഈ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ വിഷയം ഗൗരവമാണ്. നമ്മൾ വിചാരിക്കും പോലെ അല്ല. നമ്മുടെ പരലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര വലിയൊരു അനുഗ്രഹം നമുക്ക് തന്നിട്ട് അത് അവഗണിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളായാൽ ഒരുപാട്, ഇപ്പോൾ പറഞ്ഞല്ലോ റമദാനിന്റെ ശ്രേഷ്ഠതകളൊക്കെ, ഇതുപോലെ ഇതിന്റെ നേരെ വിപരീത ഒരു വശവും കൂടിയുണ്ട്. എന്താണത്? റമദാൻ എന്ന അനുഗ്രഹീത മാസം നമ്മിലേക്ക് വന്നിട്ട് അത് നമുക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് നേരെ തിരിച്ചടിക്കും. എപ്രകാരം അത് അനുകൂലമായിരുന്നോ, നമ്മൾ നിസ്കരിച്ചിരുന്നുവെങ്കിൽ, നമ്മൾ ഇഖ്ലാസോടുകൂടി നോമ്പെടുത്തിരുന്നുവെങ്കിൽ, നമ്മൾ അള്ളാഹുവിനെ ഓർത്ത് ദിക്റിലായ ആ ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയിരുന്നെങ്കിൽ സ്വർഗത്തിലേക്ക് എത്രത്തോളം നമുക്ക് അടുക്കാൻ സാധിക്കുമായിരുന്നോ അത്ര തന്നെ സഹോദരങ്ങളെ, ആ റമദാനെ നമ്മൾ അവഗണിച്ചാൽ, ആ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിച്ച് ജീവിച്ചാൽ സ്വർഗത്തിൽ നിന്ന് അകലാനും നരകത്തിലേക്ക് അടുക്കാനും അത് കാരണമാകും. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിലേക്ക് കയറുകയാണ്. ഇർത്തഖൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മിമ്പരി ദറജതൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് ഒരു പടി ഇങ്ങനെ കയറുമ്പോൾ ഫഖാല ആമീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. പിന്നെ രണ്ടാമത് കയറിയപ്പോൾ റസൂലുള്ളാഹി വീണ്ടും ഒരു ആമീൻ പറഞ്ഞു. മൂന്നാമത് കയറിയപ്പോൾ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. സഹാബാക്കൾ ചോദിച്ചു, അലാ മാമ അമ്മൻത, എന്തിനാണ് റസൂലെ താങ്കൾ ആമീൻ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശദീകരണം ചോദിച്ചു. എന്തിനാണ് റസൂലെ താങ്കൾ ആമീൻ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാനി ജിബ്രീൽ എൻ്റെ അടുക്കൽ വന്നു. ഫഖാല, എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, റഗിമ അൻഫുംരിഇൻ, ഒരു മനുഷ്യന്റെ നാശം, അവൻ നിന്ദ്യനായി. ആരാണ്? ദുകിർത ഇൻദഹു ഫലം യുസല്ലി അലൈക, താങ്കളുടെ പേര് അവന്റെ അടുക്കൽ പറയപ്പെട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്ത ഒരുവൻ. അതാണ് ഒരു കൂട്ടര്, അവർക്ക് നാശമുണ്ടാകട്ടെ എന്ന് റസൂല് പറഞ്ഞപ്പോൾ ആമീൻ പറഞ്ഞു എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ കാര്യം എന്താണ്? റഗിമ അൻഫുംരിഇൻ അദ്റക അബവൈഹി ഫലം യദ്ഖുലിൽ ജന്ന ഫഖുൽതു ആമീൻ. വേറൊരു മനുഷ്യന് നശിക്കട്ടെ, അവന്റെ എന്താ പ്രത്യേകത? അവന്റെ വിശേഷണം, അവന്റെ രക്ഷിതാക്കളെ, മാതാവിനെയും പിതാവിനെയും വാർദ്ധക്യാവസ്ഥയിൽ അവന് കിട്ടുകയുണ്ടായി. പക്ഷേ ഫലം യദ്ഖുലിൽ ജന്ന, എന്നിട്ട് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചില്ല. ആ മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് അതിലൂടെ അവന്റെ പാപങ്ങളൊക്കെയും കഴുകിക്കളഞ്ഞ് സ്വർഗത്തിലേക്ക് അവന് പ്രവേശിക്കാമായിരുന്നു. പക്ഷേ അവൻ ഉപയോഗപ്പെടുത്തിയില്ല. റൈമാൻ ഫുറജിലിൻ, ആ മനുഷ്യന് നശിക്കട്ടെ. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. റഗിമ അൻഫുംരിഇൻ, ഒരു മനുഷ്യന് നാശം സംഭവിക്കട്ടെ. അദ്റക റമദാന ഫലം യുഗ്ഫർ ലഹു, അല്ലാഹു കാത്തിരിക്കട്ടെ, അവന് റമദാൻ കണ്ടെത്തി, റമദാനിലായി, റമദാൻ ലഭിച്ചു. ഫലം യുഗ്ഫർ ലഹു, എന്നിട്ട് അവന് പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല. വല്ലാഹുൽ മുസ്തആൻ, അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അദ്റക റമദാൻ, അവന് റമദാൻ കിട്ടി. ഫലം യുഗ്ഫർ ലഹു, അവന് പാപം പൊറുക്കപ്പെട്ടിട്ടില്ല. ഫഖുൽതു ആമീൻ,
അപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ റമദാൻ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോവുകയും നമ്മുടെ പാപങ്ങളൊക്കെയും പൊറുക്കപ്പെടാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. അത് ഇപ്പുറത്ത് എത്രത്തോളം നമ്മൾ നന്മ ചെയ്തിരുന്നുവെങ്കിൽ നമുക്കത് പരലോകത്തേക്ക് അനുകൂലമായി സംഭവിക്കുമോ അതുപോലെ റമദാൻ നാം വേണ്ട രൂപത്തിൽ വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ, നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇപ്പുറത്ത് അതുപോലെ നമ്മുടെ പരലോകം നമുക്ക് പ്രതികൂലമായി മാറും. അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ അതിന് മുമ്പേ പരിശ്രമിക്കണം, തയ്യാറാവണം, പ്രാർത്ഥിക്കണം. എല്ലാത്തിനും മുമ്പ് നമുക്ക് പ്രാർത്ഥന വേണം. നമ്മുടെ മനസ്സിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. സത്യസന്ധമായ നിയ്യത്തിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. അപ്പോൾ നമുക്ക് നിർബന്ധമായും ഈ ഒരു വലിയ ഒരു അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്താൻ ഉള്ള ഒരു മനസ്സ് നമുക്ക് വേണം. പലപ്പോഴും അനുഗ്രഹത്തെ തിരിച്ചറിയാത്തവരാണ്, അല്ലെങ്കിൽ അനുഗ്രഹത്തെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമുക്ക് അനുഗ്രഹം ആസ്വദിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അത് വേണ്ട രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തത്. കണ്ണുള്ളവന് കണ്ണില്ലാത്തവൻ്റെ അത്ര കണ്ണിനെ കുറിച്ചുള്ള അനുഗ്രഹം അറിയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കണ്ണുണ്ട്, നാളെ കണ്ണിൻ്റെ ആ ഒരു കാഴ്ചശക്തി നഷ്ടപ്പെട്ടാലാണ് വേണ്ട രൂപത്തിൽ കണ്ണിൻ്റെ അനുഗ്രഹം അങ്ങോട്ട് അനുഭവിച്ചറിയാൻ പറ്റുക. ഇന്ന് നമുക്ക് കേൾക്കാൻ ചെവിയുണ്ട്, നാളെ ആ ചെവിയുടെ കേൾവി ശക്തി പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ടാൽ നല്ലവണ്ണം നമുക്ക് ചെവി എന്ന കേൾവി ശക്തി എന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹത്തിൻ്റെ തിരിച്ചറിവ്, എത്രത്തോളം ആഴത്തിൽ ആ അനുഗ്രഹത്തിൻ്റെ വലിപ്പവും പരപ്പും നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതുപോലെ റമദാൻ നമ്മിലേക്ക് വന്നെത്തുകയും ആ റമദാനിന്റെ അനുഗ്രഹം അറിയാതെ, റമദാൻ എത്രത്തോളം അനുഗ്രഹീത മാസമായിരുന്നു എന്ന് അറിയാതെ, ആ റമദാൻ ഉപയോഗിക്കാതെ, അത് അനുഭവിക്കാതെ, അത് രുചിക്കാതെ പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ് നീട്ടിത്തന്നാൽ ആ നീട്ടിത്തരുന്ന ആയുസ് പൂർണ്ണമായും നമുക്ക് അനുകൂലമാകണം. ഇപ്പോൾ ആ സഹാബിയുടെ ചരിത്രം പറഞ്ഞല്ലോ, ആ സഹാബിക്ക് 1 വർഷം അധികമായി കിട്ടിയല്ലോ. ആ അധികമായി കിട്ടിയത് അദ്ദേഹം അനുകൂലമാക്കി എടുത്തത് കൊണ്ടാണ് പരലോകത്ത് അദ്ദേഹത്തിന് അത്രയും മുന്നിലേക്ക് എത്താൻ സാധിച്ചത്. ആയുസ് നീട്ടിക്കിട്ടുകയാണെങ്കിൽ സഹോദരങ്ങളെ, അത് പരിപൂർണമായും പരലോകത്തേക്ക് നമുക്ക് അനുകൂലമായി മാറണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഖൈറായവരാരാണ്? മൻ താല ഉംറുഹു വഹസുന അമലുഹു. മൻ താല ഉംറുഹു, അവന്റെ ആയുസ് അവനെ നീട്ടി കിട്ടി. വഹസുന അമലുഹു, ആ നീട്ടിക്കിട്ടിയ ആയുസിൽ അവന്റെ അമൽ അവൻ നന്നാക്കി, അവന്റെ കർമ്മം അവൻ നന്നാക്കി. ആരാണ് ഏറ്റവും മോശപ്പെട്ട മനുഷ്യർ? വശറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഷർറായവർ, മോശക്കാർ ആരാണ്? മൻ താല ഉംറുഹു വസാഅ അമലുഹു, അവന്റെ ആയുസ് നീട്ടിക്കിട്ടി, ആ നീട്ടിക്കിട്ടിയ ആയുസിൽ അവന്റെ സൽക്കർമ്മം, അവന്റെ കർമ്മം അവൻ മോശമായി, ദുഷ്കർമ്മിയായി. നീട്ടിക്കിട്ടിയ ആയുസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ വെറുതെ നിരുപാധിക ആയുസ് നീട്ടിക്കിട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യമില്ല, ഒരു ഖൈറുമില്ല. അങ്ങനെ നീട്ടിക്കിട്ടണമെങ്കിൽ നീട്ടിക്കിട്ടാതിരിക്കലാണ് ഖൈർ. ഉള്ള അമലുമായിട്ട് നേരത്തെ ദുനിയാവിൽ വിട പറയലാണ് ഖൈർ. ആയുസ് നീട്ടിക്കിട്ടുകയാണെങ്കിൽ അത് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട്, കർമ്മങ്ങൾ നന്നാക്കിക്കൊണ്ട്, അള്ളാഹുമായിട്ട് കൂടുതൽ അടുത്തുകൊണ്ട് ആയുസ് നീട്ടിക്കിട്ടണം. അല്ലാത്ത രൂപത്തിൽ ആയുസ് നീട്ടിക്കിട്ടല്, ഒരു ദിവസം നീട്ടിക്കിട്ടുമെങ്കിൽ, ഒരു സെക്കൻഡ് നീട്ടിക്കിട്ടുന്നെങ്കിൽ, ഒരു മണിക്കൂർ നീട്ടിക്കിട്ടെങ്കിൽ, ഒരു റമദാൻ നീട്ടിക്കിട്ടുന്നുവെങ്കിൽ അത് പരലോകത്തേക്ക് അനുകൂലമായ രൂപത്തിൽ നമുക്ക് നീട്ടിക്കിട്ടണം. അതല്ലാത്ത രൂപത്തിൽ ആകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ ആഫിയത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് മരണം വരെ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും ഏകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതാണ് റമദാനിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് ഉണർത്താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഇത് റമദാനുമായി ബന്ധപ്പെട്ട് ഞാൻ ക്രോഡീകരിച്ച ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇനി ഇതുപോലെ നോമ്പ്, ഞാൻ പറഞ്ഞല്ലോ, നോമ്പ് എന്നതിന് സ്വതന്ത്രമായ ഒരു ഇബാദത്താണ്. ആ നോമ്പ് റമദാനിലായി എന്നത് നമുക്ക് വളരെയേറെ നന്മയുള്ള, വളരെയേറെ ഓഫർ കൂട്ടിക്കിട്ടുന്ന ഒരു കാര്യമാണ്. നോമ്പിന് മാത്രം റമദാനുമായി ബന്ധപ്പെടുത്താതെ നോമ്പ് മാത്രം നമ്മൾ നോക്കിയാൽ നോമ്പിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഇതുപോലെ നോമ്പിനെ മാത്രം കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ആ നോമ്പും കൂടി, ആ പ്രതിഫലങ്ങളൊക്കെയും കൂടി റമദാനിലേക്ക് എടുത്തു വെച്ചാൽ നമുക്ക് വേറെ കുറേ പറയാനുണ്ടാകും. അതുപോലെ നിസ്കാരം, ഖുർആൻ പാരായണം പോലുള്ള പല നന്മകളും. അപ്പൊ ഇതെല്ലാം കൂടി കിട്ടുന്നതാണ് റമദാനുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് എന്തെങ്കിലും റമദാൻ ഇപ്പം വിധിവിലക്കുകൾ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അത് പറയാൻ തുടങ്ങുകയാണ് എങ്കിൽ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഒരു ഭാഗത്തേക്ക് എത്തിക്കാൻ കഴിയില്ല. ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം പറഞ്ഞ് മറ്റു ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ
ഒരു ശ്രേഷ്ഠതയുടെ ഒരു ഭാഗം, മഹത്വത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ മൊത്തത്തിൽ ഇവിടെ സൂചിപ്പിച്ചത്. ഇനി ബാങ്കിന് ഏതാനും 2-3 മിനിറ്റുകൾ കൂടെ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ വിധികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഞാനിപ്പോൾ സംസാരിച്ചതിലോ എന്തെങ്കിലും അതിലേക്ക് അവ്യക്തത ഉണ്ട് എങ്കിൽ ചോദിക്കാം, അറിയുമെങ്കിൽ അത് പറഞ്ഞു തരാം എന്നതാണ്. ബാക്കി സമയം നമുക്ക് അതിലേക്ക് ഉപയോഗപ്പെടുത്താം. സ്ത്രീകളെ ഭാഗത്ത് നിന്ന് ഒന്നുകിൽ ചോദിക്കാം, പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ എഴുതി കൊടുത്താലും മതിയോ. നോമ്പ് വീട്ടാന് നോമ്പ് നീട്ടാൻ ബാക്കിയുള്ളവർ നോമ്പ് ഞാൻ പറഞ്ഞല്ലോ, നോമ്പ് നിർബന്ധ ബാധ്യതയാണ്. നോമ്പ് വീട്ടാൻ ബാക്കിയുണ്ട് എങ്കിൽ നമ്മൾ എത്രയും വേഗം അടുത്ത റമദാനിന് മുമ്പ് അത് വീട്ടാനാണ് ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ രോഗിയായിട്ട് നോമ്പ് വിട്ടുപോയതാകും, അല്ലെങ്കിൽ യാത്രക്കാരനായി പ്രയാസമുള്ള അവസ്ഥയിൽ നോമ്പ് വിട്ടുപോയതാകും. അങ്ങനെയുള്ളവർ നോമ്പ് എത്രയും വേഗം അവർക്ക് കഴിയുന്ന, അള്ളാഹുവിനോടുള്ള കടമാണ്, അതാണ് വീട്ടപ്പെടാൻ ഏറ്റവും അർഹതയുള്ളത്. അപ്പോൾ ആദ്യം അത് വീടാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ സ്ത്രീകളാണ് എങ്കിൽ പിന്നെ ഗർഭിണിയോ മുലയൂട്ടുന്നവളോ പോലുള്ള അവരാണെങ്കിൽ നോമ്പ് പിടിച്ച് വീടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായാൽ പിന്നെ കഴിയുന്ന ആദ്യ സമയം, അതിനിപ്പോൾ 9 മാസം ഇനിയിപ്പോൾ ഗർഭിണി ഒരു ഇതും കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കഴിയുന്ന ആദ്യ സമയം അത് വീടാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒട്ടും പിടിക്കാൻ കഴിയാത്ത മാറാരോഗികളായ, രോഗമൊരിക്കലും മാറില്ല എന്ന അവസ്ഥയിൽ മാറാരോഗികളായ ആൾക്കാരുണ്ട് എങ്കിൽ അവരുടെ അവസ്ഥയിൽ അവരുടെ ഒരു നോമ്പിന് ഒരു പാവപ്പെട്ട ആൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുകയാണ് വേണ്ടത്. ഒരു നോമ്പിൻ്റെ കണക്കിൽ 30 നോമ്പാണെങ്കിൽ 30 നേരത്തെ ഭക്ഷണം പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. ഫിദിയ എന്ന് പറയും. അത് 2 രൂപത്തിൽ കൊടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഭക്ഷണം വാങ്ങി അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാം. അതല്ല എങ്കിൽ ഒരു 30 പാവപ്പെട്ടവരെ നമ്മൾ വിളിക്കുന്നു, ഒരു നേരത്തെ ഭക്ഷണം വീട്ടിൽ നമ്മൾ തയ്യാറാക്കുന്നു. ആ ഒരു നേരത്തെ ഭക്ഷണത്തിലേക്ക് 30 പേരെയും വിളിച്ച് നമ്മൾ ഭക്ഷിപ്പിച്ച് വിടുന്നു. ആ രൂപവും നമുക്ക് ചെയ്യാം. അതല്ല എങ്കിൽ ഒരാൾക്ക് തന്നെ നമ്മൾ 30 നേരത്തെ ഭക്ഷണത്തിൻ്റെ പൈസ കൊടുത്താൽ മതിയാവില്ല, ഭക്ഷണം തന്നെ നമ്മൾ കൊടുക്കണം. അരിയാണെങ്കിൽ പണ്ഡിതന്മാർ ഒരു 1400 കിലോഗ്രാം അരി, 1 കിലോയിൽ 400 ഗ്രാം വരുന്ന അരിയാണ് ഒരു നേരത്തെ ഭക്ഷണം. നമ്മുടെ നാട്ടിൻ്റെ ഒരു കണക്ക് പ്രകാരം ഫിദ്യ ഇതിൽ പറയുന്നത്. അതിൽ ചേരുവകൾ കൂടുതൽ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റിയാൽ നല്ലതാണ്. അതല്ല എങ്കിൽ അരി കൊടുത്താലും ഫിദിയ വീടും. ആ നിലക്കാണ് മാറാ രോഗികളായ ആൾക്കാർ, അല്ലെങ്കിൽ നല്ല വാർദ്ധക്യത്തിലെത്തിയ, നോമ്പ് പിടിക്കാൻ കഴിയൂല, നോമ്പ് പിടിച്ചാൽ ശരീരത്തിന് ഉപദ്രവം ഉണ്ടാകും എന്ന് ഉറപ്പുള്ള നല്ല വാർദ്ധക്യത്തിലെത്തിയ ആൾക്കാരും മാറാ രോഗികളായ ആൾക്കാരും ആ രൂപത്തിലാണ് ചെയ്യേണ്ടത്. അല്ലാഹു അലം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇടയിൽ ചോദിക്കാം കേട്ടോ. ഞാനിപ്പോൾ സമയം വെറുതെ പോകണ്ടെന്നുള്ള നിലയ്ക്ക് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാണ്. സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ബാങ്കിന് നമ്മൾ മറുപടി കൊടുത്തു, അത് കൃത്യമായി കേട്ടു, പിന്നെ അത് മതിയാവുന്നതാണ്. പിന്നെ നോമ്പിൻ്റെ നിർവചനം നമ്മൾ പറയുന്നതാണ്. മലയാളത്തിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കോലത്തിൽ പറയുന്നതാണ്. നോമ്പ് എന്താണ്? നോമ്പിൻ്റെ നിർവചനം: ചില പ്രത്യേക വ്യക്തികൾ പ്രത്യേകമായ സമയത്തേക്ക് ചില പ്രത്യേക കാര്യങ്ങളിൽ നിന്നും നിയത്തോടെ മാറി നിൽക്കൽ, അതാണ് നോമ്പ്. എല്ലാവർക്കും നോമ്പില്ല, നോമ്പ് ചില പ്രത്യേക വ്യക്തികൾക്കാണ്. അതിന് എല്ലാ സമയവും ഇല്ല, ചില പ്രത്യേക സമയത്തേക്കാണ്. എന്തിൽ നിന്നാണ് നോമ്പ്? ചില പ്രത്യേക കാര്യങ്ങളിൽ നിന്നാണ്, നിയത്തോടെ മാറി നിൽക്കലാണ്. അപ്പോൾ ആരാണ് ഈ പ്രത്യേക വ്യക്തികൾ? നോമ്പെടുക്കേണ്ട പ്രത്യേകമായ വ്യക്തികൾ ആരാണ്? മുസ്ലിം ആവണം. മുസ്ലിം അല്ലാത്തവന് നോമ്പില്ല. നോമ്പില്ലാന്ന് വെച്ചാൽ പിന്നെ നാളെ പരലോകത്ത് അതിൻ്റെ കുറ്റം കിട്ടും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു അമുസ്ലിമായ ഒരു മനുഷ്യൻ മുസ്ലിം ആയാൽ ഇത്ര നാളത്തെ പിടിക്കേണ്ട നോമ്പ് എന്ത് ചെയ്യണ്ട? പിടിച്ചു വിടണ്ട. ഒരു 60 വയസ്സിലായിരിക്കും മുസ്ലിം ആവണം. അപ്പോൾ അത്ര നാൾ
ഉണ്ടായിരുന്ന നോമ്പ് പിടിച്ചു വിടേണ്ടതില്ല, കാരണം അവൻ മുസ്ലിം അല്ലാത്ത സമയത്തായിരുന്നു. ആ നിലയ്ക്കാണ് നിർബന്ധമല്ല എന്ന് പറഞ്ഞത്. പക്ഷെ പരലോകത്തേക്ക് കാഫറായിട്ട് മരിച്ചാൽ ഓരോ നോമ്പിനും കുറ്റം കിട്ടും എന്നതാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മുസ്ലിം ആവണം, ബുദ്ധി വേണം, വകതിരിവെത്തണം. മുസ്ലിമായ ബുദ്ധിയുള്ള വകതിരിവെത്തിയ ഹൈദ് നിഫാസ് എന്നിവ ഇല്ലാത്ത വ്യക്തികൾ, ഈ വ്യക്തികളാണ് നോമ്പ് പിടിക്കേണ്ടത്. ഏത് സമയത്താണ്? പ്രഭാതോദയം മുതൽ സൂര്യാസ്തമയം വരെ. പ്രഭാതോദയം നമ്മുടെ സുബഹിന്റെ സമയം, സുബൈബാങ്ക് വിളിക്കുന്ന സമയം മുതൽ സൂര്യാസ്തമിക്കുന്നത് വരെ, മഗ്‌രിബാങ്ക് വിളിക്കുന്ന ഒരു സമയം വരെയാണ് നോമ്പിന്റെ സമയം. എന്തിൽ നിന്നാണ് നോമ്പ് മാറി നിൽക്കണം? എന്തൊക്കെ കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ നോമ്പിൽ മാറി നിൽക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ്? തീറ്റ, കുടി, ലൈംഗിക ബന്ധം. തീറ്റ, കുടി, ലൈംഗിക ബന്ധം, ഈ കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ നോമ്പ് മാറി നിൽക്കേണ്ടത്. ഇനി മനഃപൂർവ്വമായ രൂപത്തിൽ മനിയും പുറപ്പെടുവിച്ചാലും നോമ്പ് പോവും. അപ്പോൾ ആ രൂപത്തിൽ ലൈംഗികമായിട്ടും തീറ്റ, കുടി, ഇതിൽ നിന്നാണ് നമ്മൾ നോമ്പിന്ന് മാറി നിൽക്കേണ്ടത്. നീയത്തോടെയാണ് മാറി നിൽക്കേണ്ടത്. നീയത്തില്ലാതെ സുബഹി മുതൽ മഗ്‌രിബ് വരെ ഒരാൾ പട്ടിണി നടന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല എന്നതുകൊണ്ട് കാര്യമില്ല. നീയത്തോടെ മാറി നിന്നാലേ അത് നോമ്പാവുള്ളൂ. അതാണ് നോമ്പിനെ പറ്റി അതിൻ്റെ ഒരു നിർവചനത്തിൻ്റെ ഒരു ചെറിയൊരു വിശദീകരണം എന്ന നിലയ്ക്ക് പറയാനുള്ളത്. പിന്നെ നോമ്പിൻ്റെ നിബന്ധനകൾ, ഒരു 9 നിബന്ധനകൾ പറയും. ഏകദേശം ഈ നിർവചനത്തിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധം വരുന്നതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്. വകതിരിവെത്തണം. വകതിരിവ്, നമ്മൾ കുട്ടികളെയൊക്കെ നോമ്പ് പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വകതിരിവെത്താത്ത കുട്ടിയാണ് എങ്കിൽ ഓനെ നോമ്പ് പിടിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. ഓൻ്റെ നോമ്പ് എന്താവൂല, ഓന് ശരിയാവൂല നോമ്പ്. അപ്പം വകതിരിവെത്തണ കുട്ടികൾക്കാണ് നോമ്പ് ശരിയാകുന്നത്. അതുപോലെ പിന്നെ നെയ്യത്ത് വേണം. വകതിരിവെത്താത്ത കുട്ടിക്ക് നോമ്പ് ശരിയാവാത്തതിൻ്റെ ഒരു കാരണം അവന് നെയ്യത്തില്ല എന്നുള്ളതാണ്. അവന് നെയ്യത്തെടുക്കാറുണ്ട്, അതുകൊണ്ട് നോമ്പ് പിടിച്ചാൽ ശരിയാവൂല. വകതിരിവ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ട് നോമ്പ് പിടിപ്പിക്കാം. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ നിർബന്ധമായി. അപ്പോൾ പിന്നെ വകതിരിവ് എത്തണം, നെയ്യത്ത് കരുതണം. അത് നോമ്പിൻ്റെ 2 നിബന്ധനകളാണ്. 3, അനുവദിക്കപ്പെട്ട സമയത്താവണം. സമയത്താവണം എന്ന് ഉദ്ദേശിച്ചാൽ ഇപ്പോൾ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ ദിനം, വലിയ പെരുന്നാൾ ദിനം, അതൊന്നും അനുവദിക്കപ്പെട്ട സമയമല്ല. നോമ്പ് അനുവദിക്കപ്പെട്ട സമയമല്ല. അവിടെ നോമ്പ് പിടിക്കാൻ പാടില്ല, ഹറാമാണ്. പെരുന്നാൾ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാൻ പാടില്ല. അതുപോലെ നോമ്പ് പിടിക്കാൻ പാടില്ല എന്ന് വിലക്കപ്പെട്ട ദിവസങ്ങളുണ്ട്. അതാണ് അവിടുത്തെ ഉദ്ദേശം. അനുവദിക്കപ്പെട്ട സമയത്താവണം നോമ്പ്. പിന്നെ അതുപോലെ തന്നെ അത് 3 നിബന്ധനയാണ്. വകതിരിവെത്തണം, നിയ്യത്ത് വേണം, അനുവദിക്കപ്പെട്ട സമയത്താവണം. വേറൊരു 3 നിബന്ധനകളാണ്. പ്രായപൂർത്തിയാകണം. പ്രായപൂർത്തിയായാലാണ് നിർബന്ധമാവുന്നത്. പ്രായപൂർത്തിയാകുന്നതോടുകൂടിയാണ് നിർബന്ധമാകുന്നത്. പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ ഒന്നുകിൽ സ്ഖലനം സംഭവിക്കുക, അല്ലെങ്കിൽ ഗുഹ്യരോമം മുളയ്ക്കുക, അല്ലെങ്കിൽ 15 വയസ്സ് തികയുക, സ്ത്രീ ആണെങ്കിൽ ഹൈദ് സംഭവിക്കുക. ഇതാണ് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ. ഇതിൽ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതോടുകൂടി അവന് പ്രായപൂർത്തിയായി എന്ന നിലയ്ക്ക് അവന് നോമ്പ് നിർബന്ധമാവും. അതുപോലെ തന്നെ മുഖീമാവണം. മുഖീമാവാന്ന് പറഞ്ഞാൽ യാത്രക്കാരനാവാതിരിക്കുക. സ്വന്തം നാട്ടിൽ തന്നെ ആയിരിക്കണമെന്നില്ല. ഇപ്പം എൻ്റെ സ്വന്തം നാട് തിരുവനന്തപുരമാണ്. ഞാൻ തിരുവനന്തപുരത്തല്ല, ഞാൻ ഇവിടെ ഇപ്പോൾ നാടായി സ്വീകരിച്ചു. അപ്പോൾ ഞാൻ സത്യത്തിൽ യാത്രക്കാരനല്ല. യാത്രക്കാരൻ എന്ന് പറയണമെങ്കിൽ യാത്രയിലായിരിക്കണം. ഇനി താൽക്കാലികമായ യാത്രയുടെ ഇടയിൽ താമസിക്കുകയാണെങ്കിൽ ഒരു 4 ദിവസമോ 4 ദിവസത്തിൻ്റെ താഴെയോ ആണ് തങ്ങുന്നത് എങ്കിൽ യാത്രക്കാരനായി പരിഗണിക്കും. 4 ദിവസത്തിൻ്റെ മുകളിലേക്ക് പോയാൽ പിന്നെ യാത്രക്കാരൻ എന്ന വിധിയിൽ നിന്ന് മാറി പിന്നെ നോമ്പെടുക്കേണ്ടി വരും. അപ്പം മുഖീമാവണം, താമസിക്കുന്നവനാകണം, എങ്കിലേ നോമ്പ് നിർബന്ധമാവുള്ളൂ. അതുപോലെ മറ്റൊരു നിബന്ധനയാണ് നോമ്പെടുക്കാൻ കഴിവുണ്ടാവണം. കഴിവില്ലാത്തവന് നോമ്പില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മാറാ രോഗിയാണ് എങ്കിൽ ചെയ്യേണ്ടത് ഫിദിയ കൊടുക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ വാർദ്ധക്യത്തിലെത്തി അങ്ങേയറ്റത്തിലെ അവസ്ഥ, അവന് കഴിവില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മേൽ നോമ്പ് പിടിക്കൽ നിർബന്ധമില്ല. അപ്പം കഴിവ് വേണം എന്നത് ഒരു നിബന്ധനയാണ്. അതുപോലെ ഇപ്പോൾ 6 നിബന്ധനകളായി. ഇതുപോലെ ഇനി ഒരു 3 നിബന്ധനകൾ കൂടിയുണ്ട്. പിന്നെ മുസ്ലിം ആവണം. നേരത്തെ പറഞ്ഞു, മുസ്ലിം അല്ലാത്തവന് നോമ്പ് നിർബന്ധമില്ല. അതുപോലെ തന്നെ ബുദ്ധി ഉണ്ടാവണം. ഭ്രാന്തനെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്തൻ എന്തില്ല, നോമ്പ് നിർബന്ധമില്ല. അതുപോലെ ഹൈദ്, നിഫാസ് എന്നിവ ഇല്ലാത്ത ആളാവണം. പ്രസവരക്തം അല്ലെങ്കിൽ അതുപോലെ തന്നെ ആർത്തവം, ഇത് രണ്ടും ഉള്ള സമയത്ത് സ്ത്രീകൾ നോമ്പ് പിടിക്കാൻ പാടില്ല. പിടിച്ചാൽ ശരിയാവേയില്ല. പിടിക്കുന്നത് ഹറാമാണ്. ഇസ്ലാമിനെ പരിഹസിക്കുന്ന രൂപത്തിലൊക്കെ പിടിച്ചാൽ അത് കുഫ്റുവാണ്, സത്യനിഷേധവുമാണ്. അപ്പോൾ ഹൈദ്, നിഫാസ് എന്നുള്ള സമയത്ത് ഒരു നോമ്പ് പിടിക്കാൻ പാടില്ല. അത് പിന്നെ മറ്റൊരു സമയത്ത് ഖദാ വീട്ടുകയാണ് വേണ്ടത്. ഇതൊക്കെയാണ് അടിസ്ഥാനപരമായി അതിൽ പറയാനുള്ള ഒരു 9 നിബന്ധനകളാണ്. നോമ്പിന് വേണ്ട 9 നിബന്ധനകൾ
പണ്ഡിതന്മാർ പറഞ്ഞതാണ്. നെയ്യത്ത് പിന്നെ രാത്രിയിൽ തന്നെ നെയ്യത്ത് വെക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സുബൈ ബാങ്കിന് മുമ്പ് നമ്മൾ നെയ്യത്ത് വെക്കണം. പകലില് നെയ്യത്ത് നിർബന്ധ നോമ്പിന് വെക്കാൻ പറ്റൂല. സുന്നത്തായ നോമ്പാണെങ്കിൽ നമുക്ക് പകലിൽ നെയ്യത്ത് വെക്കാൻ പറ്റും. സുന്നത്ത് നോമ്പാണെങ്കിൽ നമ്മൾ രാവിലെ ഉറക്കണീറ്റ് അങ്ങനെ ഒരു 8-9 മണി ആയപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇന്നത്തെ ദിവസം നോമ്പാക്കാന്ന്. ആ ഒരു 8-9 മണി വരെ നോമ്പ് മുറിക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല. ചായ കുടിച്ചിട്ടില്ല, അല്ലെങ്കിൽ വേറെ വെള്ളം കുടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ 9 മണിയായപ്പോഴാണ് തീരുമാനിക്കണത്. കുഴപ്പമില്ല, 9 മണിക്ക് നെയ്യത്ത് വെച്ച് പിന്നെ അങ്ങോട്ട് ബാക്കി നോമ്പായാൽ മതി. നോമ്പ് പരിഗണിക്കപ്പെടും. സുന്നത്ത് നോമ്പാണെങ്കിൽ, ഫർദായ നോമ്പിൽ, വാജിബായ നോമ്പിൽ അങ്ങനെ നെയ്യത്ത് വെക്കാൻ പറ്റൂല. രാത്രിയിൽ തന്നെ നെയ്യത്ത് വെക്കണം. സുന്നത്ത് നോമ്പാണെങ്കിൽ അത് പ്രശ്നമില്ല. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ ജമാഅത്തിന്. സ്ത്രീകൾ ഈ ആർത്തവ സമയത്തും പ്രസവരക്ത സമയത്ത് നോമ്പ് വിട്ട നോമ്പുകളോ? ഒരാൾക്ക് രോഗമാണെങ്കിൽ അത് മാറും എന്ന് പ്രതീക്ഷയുള്ള രോഗമാണ് എങ്കിൽ അയാൾ ഫിദിയ കൊടുക്കല്ല വേണ്ടത്. അയാൾ രോഗം മാറുന്നത് വരെ കാത്തിരിക്കുക. രോഗം മാറിക്കഴിഞ്ഞാൽ ആരോഗ്യമുള്ള സമയത്ത് അത് പിടിച്ചു വിടുക. മാറുമെന്ന് പ്രതീക്ഷയുള്ള രോഗമാണെങ്കിൽ. മാറാത്ത രോഗമാണ് എങ്കിൽ ആണ് ഫിദിയ കൊടുക്കേണ്ടത്. മാറൂല, ഒരിക്കലും മാറൂല, നിത്യരോഗിയാണ് എങ്കിലാണ് ഫിദിയ കൊടുക്കേണ്ടത്. ഇനി സ്ത്രീയുടെ വിഷയത്തിലും ആർത്തവകാരികൾ അതുപോലെ തന്നെ പ്രസക്തിയുള്ളവർ നോമ്പ് പിന്നെ പിടിക്കാതിരുന്നിട്ട് പിന്നെ അവരുടെ മാറുമ്പോൾ ഒരു പ്രസവം കഴിയുമ്പോൾ അവർക്ക് പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ അവർ പിടിച്ചു വിടുകയാണ് വേണ്ടത്. ഫിദിയ കൊടുക്കണം എന്നൊക്കെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു അഭികാമ്യ അഭിപ്രായം നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പറയുന്ന ഒരഭിപ്രായം ഒരു പിടിച്ചു വിടുകയാണ് വേണ്ടതെന്നാണ്. ഫിദിയ കൊടുക്കല്ല വേണ്ടത്, ഒരു പിടിച്ചു വിടുകയാണ് വേണ്ടത്. പിന്നെ പിടിച്ചു വിടാത്ത അവസ്ഥ ഉണ്ടായി നിത്യരോഗി ആ വിഷയത്തിൽ വരുമ്പോൾ ഓക്കെ, ഫിദിയ കൊടുക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രസവരക്തം ആർത്തവത്തിന്റെ സമയത്ത് ഒരു നേരെ നോമ്പ് ഒഴിവാക്കിയിട്ട് ആദ്യമേ കയറി ഫിദിയ കൊടുക്കല്ല വേണ്ടത്. മറിച്ച് അത് മാറിയിട്ട് പിടിച്ചു വിടാനാണ് അവർ നോക്കേണ്ടത് ഒന്നാമത്. മുസ്ലിങ്ങൾക്ക് ഫിദിയ കൊടുക്കാൻ പറ്റൂല. മുസ്ലിമീങ്ങൾക്ക്, പാവപ്പെട്ടവർക്കാണ്, പാവപ്പെട്ടവരെന്നേ പറഞ്ഞോളൂ, പക്ഷെ മുസ്ലിമീങ്ങൾക്കാണ് കൊടുക്കേണ്ടത് ഫിദിയ. ഫിദിയ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല. നോമ്പ് പിടിക്കുന്ന ആൾക്ക് സുബഹി ബാങ്ക് വരെ ഭക്ഷണം കഴിക്കാം. ഒന്ന് 5 മിനിറ്റ് മാറ്റമുണ്ട്. അതൊന്ന് സുന്നി, അതെ, അത് നമ്മളെ ആ പള്ളിയിലത്തെ ബാങ്കാണ്. നമ്മൾ 2 ബാങ്കും അല്ല പരിഗണിക്കേണ്ടത്. നമ്മൾ പരിഗണിക്കേണ്ടത് കറക്റ്റ് സമയമാണ്. പ്രഭാതോദയം ആണ് എന്ത്? നോമ്പ് തുടങ്ങുന്ന സമയം. അപ്പോൾ പ്രഭാതോദയം ആണ് നമ്മൾ പരിഗണിക്കേണ്ടത്. പ്രഭാതോദയത്തിന് ബാങ്ക് കൊടുക്കണ ബാങ്ക് ഏതാ? സുബഹിയിലെ നമ്മൾ ഈ 2 ബാങ്കിൽ, അപ്പുറത്തെ പള്ളിയിലെ ബാങ്ക് നമ്മളെ പള്ളിയിലെ ബാങ്ക് ഉണ്ടല്ലോ. പ്രഭാതോദയത്തിന് കൊടുക്കുന്നത് നമ്മളെ പള്ളിയിലെ ബാങ്കാ. നമ്മളെ പള്ളിയിലെ ബാങ്ക് കറക്റ്റ് സമയമാകുമ്പോഴേ കൊടുക്കുള്ളൂ. അവരെന്താക്കുമെന്ന് വെച്ചാൽ 5 മിനിറ്റ് നേരത്തെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി കൊടുക്കും. അപ്പോൾ നമ്മളെ ടൈം നോക്കുക. കറക്റ്റ് ടൈമായിട്ടില്ല, ബാങ്ക് വിളിച്ചു എന്ന് ഉറപ്പായാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. കറക്റ്റ് ടൈമായി, കറക്റ്റ് ടൈമിനാണ് ബാങ്ക് വിളിച്ചത് എങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ ചിലർ തെറ്റിദ്ധരിച്ച് കാണാം, ബാങ്ക് വിളിച്ചാൽ പിന്നെ വായിക്കാത്ത ഭക്ഷണം ഉണ്ടായിരുന്നാലും എന്ത് ചെയ്യുക, അത് ഫുള്ള് കഴിച്ചിട്ട് പിന്നെ ഇതാക്കിയാൽ മതിയെന്ന്. അത് കറക്റ്റ് സമയത്ത് വിളിച്ച ബാങ്കാണെങ്കിൽ അങ്ങനെ പറ്റൂല. കറക്റ്റ് സമയത്ത് വിളിച്ച ബാങ്കാണെങ്കിൽ വായിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ ആ ഭക്ഷണം തുപ്പിക്കളയണം. കാരണം കറക്റ്റ് സമയമായിട്ടുണ്ട് എങ്കിൽ. കറക്റ്റ് സമയമാവുന്നതിന് മുമ്പുള്ള ബാങ്കാണെങ്കിൽ അത് ആ ബാങ്കിൽ വിളിച്ച് നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ കഴിക്കാം. അപ്പം സമയമാണ് നമ്മൾ നോക്കേണ്ടത്, ആ കറക്റ്റ് സമയത്ത് വിളിക്കുന്ന ബാങ്കും. ഇനി ഒരാൾക്ക് കറക്റ്റ് ടൈം അറിഞ്ഞൂടാ, കറക്റ്റ് ടൈം അറിയാത്തൊരു സമയത്താണ് ബാങ്ക് വിളിച്ചത് എങ്കിൽ അപ്പോൾ പിന്നെ കഴിക്കാതിരിക്കലാണ് സൂക്ഷ്മത. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്ക് അൽഹംദുലില്ലാ സമയവും ബാക്കി കാര്യങ്ങളും കലണ്ടറും ഒക്കെ കൃത്യമാണ്. അപ്പോൾ നമുക്ക് വിശ്വാസമായ അവലംബമായ സമയം നോക്കി അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
അവലംബനീയമായ കറക്റ്റ് സമയത്ത് വിളിക്കുന്ന ബാങ്കുകളും പരിഗണിക്കാം. സുന്നി പള്ളികളിൽ പൊതുവേ സുബഹി നേരത്തെ വിളിക്കും, 5 മിനിറ്റ് മുമ്പ് 10 മിനിറ്റ് മുമ്പൊക്കെ വിളിക്കും. അവർ ഈ പറഞ്ഞ പോലെ സൂക്ഷ്മതയുടെ ബാബിലാണ് വിളിക്കുന്നത്. അത് സൂക്ഷ്മതയല്ല. സമയമായി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാതിരിക്കലാണ് സൂക്ഷ്മത. സമയമാവുന്നതിന് മുമ്പേ കഴിക്കാതിരിക്കൽ എന്തല്ല, സൂക്ഷ്മതയല്ല. മഗ്രിബ് ബാങ്കിന്റെ സമയം, ഒരു ബാങ്കിന്റെ സമയം കഴിഞ്ഞ് പിന്നെയും 2-3 മിനിറ്റ് സൂക്ഷ്മത എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുള്ളൂ, ബാങ്ക് കൊടുക്കുള്ളൂ. അപ്പൊ അത് സൂക്ഷ്മതയല്ല. സമയം ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തുറക്കലാണ് സൂക്ഷ്മത. സമയമാവുന്നതിന് മുമ്പ് പെട്ടെന്ന് തുറന്നാൽ എന്തല്ല, മഗ്രിബ് ബാങ്കിന് മുമ്പ് പെട്ടെന്ന് നോമ്പ് തുറക്കലാണ് സുന്നത്ത് എന്ന് പറഞ്ഞ് സമയം ആവുന്നതിന് മുമ്പ് പെട്ടെന്ന് തിന്നാൽ അത് പറ്റൂല, നോമ്പ് മുറിഞ്ഞു പോകും. സമയം ആയിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നോമ്പ് തുറക്കണം. സമയം ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ബാങ്ക് വിളിക്കുക, നോമ്പ് തുറക്കുക. സമയം ആയിക്കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ ആവട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോലെ സൂക്ഷ്മതയല്ല. അതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. നിയ്യത്ത് ചൊല്ലി പറയേണ്ടത്, നിയ്യത്തിന്റെ സ്ഥാനം ഹൃദയമാണ്. നിയ്യത്ത് ഹൃദയത്തിലാണ് വെക്കേണ്ടത്. നിയ്യത്ത് ചൊല്ലി പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ട ഒരു പ്രമാണവും ഇല്ല. പ്രമാണം ഇല്ല എന്ന് മാത്രമല്ല, അത് പ്രായോഗികമല്ല. അത് പ്രായോഗികം ഒരു കാര്യമേ അല്ല നിയ്യത്ത് ചൊല്ലി പറയാന്നുള്ളത്. ഇപ്പൊ ഞാനിപ്പോ പ്രസംഗിക്കാൻ വരുമ്പോ എന്താണ് എൻ്റെ നിയ്യത്ത്? അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തോടു കൂടി എൻ്റെ മേൽ സുന്നത്തായ ദീനി സംസാരം ഞാനിതാ സംസാരിച്ച് തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സംസാരം തുടങ്ങേണ്ടി വരും. ഇവിടെ നിന്ന് ഞാൻ നടന്ന് പള്ളിയിലേക്ക് പോകുമ്പോൾ എൻ്റെ നിയ്യത്ത് എന്താണ്? അള്ളാഹുവിൻ്റെ എൻ്റെ മേൽ നിർബന്ധമാക്കിയ ഫർളായ ഇശാ നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി ഞാനിതാ നടന്നു തുടങ്ങുന്നു. ആ നടക്കൽ എനിക്ക് നെയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇബാദത്താണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. നെയ്യത്തുണ്ടെങ്കിൽ എനിക്ക് കൂലി കിട്ടുന്ന കാര്യമാണ്. സ്വതന്ത്രമായ ഇബാദത്തല്ല, പക്ഷെ നെയ്യത്ത് കൊണ്ട് അത് ഇബാദത്തായി മാറി. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എൻ്റെ കുടുംബക്കാരുടെ അടുത്ത് പോണ്, എൻ്റെ കുടുംബക്കാരോട്, എൻ്റെ ഭാര്യയോട്, എൻ്റെ മക്കളോട് എനിക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത വീട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം നെയ്യത്ത് വെച്ച് പോകും. ഭാര്യയോട് നല്ല നിലയ്ക്ക് അവൾക്ക് സന്തോഷം ഉണ്ടാക്കണ വർത്താനം പറയുമ്പോൾ അതിൽ പടച്ചവന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഇബാദത്താണ്. അപ്പോൾ പറയണതിന് മുമ്പ് അള്ളാഹുവെ നിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയോട് ഇതാ നല്ല വാക്ക് പറയാൻ പോകുന്നു. അങ്ങനെ നെയ്യത്ത് പറയാൻ നിന്നാൽ ഫുൾ ടൈം നെയ്യത്ത് പറഞ്ഞ് ജീവിക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പൊ നെയ്യത്ത് പറയുക എന്നുള്ളത് ഒരു പ്രായോഗിക കാര്യമേ അല്ല. ഫുൾ ടൈം മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തിലാണ്. നിസ്കരിക്കുമ്പോൾ ഒരു സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ അള്ളാഹുവെ നിന്റെ മാർഗത്തിൽ ഞാനിതാ സുബ്ഹാനല്ലാഹ് പറയാൻ പോണു, സുബ്ഹാനല്ലാഹ്. നിന്റെ മാർഗത്തിൽ ഞാനിത് അൽഹംദുലില്ലാഹ് പറയാൻ പോകണം, അൽഹംദുലില്ലാഹ്. അപ്പൊ നെയ്യത്ത് എന്ന് പറഞ്ഞാൽ റമദാനിലെ നോമ്പിനും 5 നേരത്തെ നിസ്കാരത്തിനും മാത്രം ആവശ്യമുള്ള കാര്യമല്ല. എല്ലാ സൽക്കർമ്മത്തിനും നിർബന്ധമായ 2 നിബന്ധനകളിൽ ഒന്നാണ് നെയ്യത്ത്. രണ്ടാമത്തത് മതത്തോട് യോജിച്ചതാവുക. ഈ 2 നിബന്ധനയും എല്ലാ അമലിനും വേണം. അപ്പൊ എല്ലാ അമലിനും നെയ്യത്ത്, അത് കൽബിലാണ്. കൽബ് കൊണ്ട് അല്ലാഹ് നിനക്ക് വേണ്ടി ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ച് റബ്ബിന്റെ വജഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യാണ് അതിൽ വേണ്ടത്. അത് രാത്രി ചെയ്യണമെന്നാണ്. രാത്രി നമുക്ക് കിടക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ സുബൈക്ക് ബാങ്ക് വിളിക്കുമ്പോൾ എണീക്കുമ്പോഴോ അടുത്ത റമദാനിലെ നോമ്പ് ഞാൻ മനസ്സിൽ വിടുന്നുള്ളത് നെയ്യത്ത് നിർബന്ധവാദിയായിട്ടുള്ള നോമ്പ് വിടുന്നുള്ള ആ നെയ്യത്ത് മനസ്സിൽ വേണം. മനസ്സിലൊന്ന് വിചാരിച്ച് പുതുക്കണം. 30 നോമ്പിന് മൊത്തമായിട്ട് നെയ്യത്ത് വയ്ക്കാൻ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ചർച്ചയുണ്ട്. ചില പണ്ഡിതന്മാർ അത് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്, ചില പണ്ഡിതന്മാർ പറ്റൂല, സ്വതന്ത്രമായി ഓരോ ദിവസവും വെക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സൂക്ഷ്മത നമ്മൾ എല്ലാ ദിവസവും രാത്രി വെക്കല് തന്നെയാണ്. സ്വതന്ത്രമായിട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ നോമ്പ് മുറിഞ്ഞാൽ നമ്മൾ ഒരു നോമ്പല്ലേ വിടും. ഒരു നോമ്പ് മുറിഞ്ഞാൽ പിന്നെ നമ്മൾ 30 നോമ്പും പിടിച്ചു വിടൂലല്ലോ. അപ്പൊ ഓരോ നോമ്പും ഓരോ സ്വതന്ത്രമായ ഇബാദത്താണ്. അപ്പൊ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം വെക്കണം എന്നാണ് ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞത്. അതാണ് ഒരു സൂക്ഷ്മതയ്ക്ക് നല്ലത്. പിരിയല്ലേ ഇൻഷാ അല്ലാഹ്. 8:02 അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താനും ഈ റമദാനിലൂടെ മുഴുവൻ പാപങ്ങൾ കഴുകിക്കളയാനും അതിലൂടെ സ്വർഗത്തിന്റെ ഉന്നത പദവികളിലേക്ക് എത്തിച്ചേരാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല നീയത്തോടു കൂടി അള്ളാഹിന്റെ വജഹ് മാത്രം പ്രതീക്ഷിച്ച്, അള്ളാഹിനെ മാത്രം പ്രതീക്ഷിച്ച്, സ്വർഗം മാത്രം മുന്നിൽ കണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ഏക ചിന്ത മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാ സൽക്കർമ്മങ്ങളിലും മുന്നേറാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ഏക അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ വിശ്വാസികളായ സഹോദരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങളായ നമുക്ക് ഇരുലോകത്തും ഉപകാരപ്പെടുന്ന കൺകുളിർമയുള്ള മക്കളാക്കി മാറ്റട്ടെ. എല്ലാത്തിലും ഉപരി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് ആ ഒരു ആദർശത്തിലായി മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ഏക അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.